പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BBA ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള മാനേജറിയൽ എക്കണോമിക്സ്, അതിൽ 80 മാർക്കിനാണ് പരീക്ഷ ഉള്ളത്. അതിൽ essay ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഷോർട്ട് എസ്സേയും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ 10 മാർക്ക്, ഷോർട്ട് എസ്സേ എന്ന് പറയുന്നത് 5 മാർക്ക്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ആദ്യം നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളിലേക്ക് പോയി നോക്കാം. ഒന്നാമത്തെ മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു മാനേജറിയൽ എക്കണോമിക്സ്. ഇവിടുന്ന് പ്രിൻസിപ്പിൾ ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്, അതുപോലെ തന്നെ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ അല്ലെങ്കിൽ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ ആ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസ്സേ ഓർ ഷോർട്ട് എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കേണ്ടത്. ഇനി അടുത്തൊരു ഭാഗത്തിൽ നിന്ന് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇത് ഷുവറായിട്ട് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഈ മൊഡ്യൂളിൽ നിന്ന് ഡിമാൻഡുമായി ബന്ധപ്പെട്ട വാട്ട് ഈസ് ഡിമാൻഡ് ഫംഗ്ഷൻ, ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ ഷിഫ്റ്റ് ഡിമാൻഡ്, ഈ ഭാഗങ്ങളാണ് ഈ മൊഡ്യൂളുമായി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത തേർഡ് മൊഡ്യൂള് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ടത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, റിട്ടേൺസ് ടു സ്കെയില്, അതുപോലെ തന്നെ ഐസോകോണ്ട്, അതുപോലെ എക്കണോമിക്സ് ഓഫ് സ്കെയില് ആൻഡ് ഡിസെക്കണോമിക്സ് ഓഫ് സ്കെയില്. ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5 മാർക്കിനോ 10 മാർക്കിനോ ആയിട്ട് പ്രതീക്ഷിക്കേണ്ട ഒന്നാണ്. അതുപോലെ ചിലപ്പോൾ ഏതെങ്കിലും കോസ്റ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട മറ്റു ക്വസ്റ്റ്യനുകളും ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. അടുത്തത് മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4ൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, അതിലെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഇതുപോലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് അതിൻ്റെ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രൈസ് ലീഡർഷിപ്പ്, കിങ്ഡ് ഡിമാൻഡ് കർവ്, ഇതും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ഇനി ലാസ്റ്റ് മൊഡ്യൂൾ ബിസിനസ് സൈക്കിളുമായി ബന്ധപ്പെട്ട മൊഡ്യൂളാണ്. ഇതിൽ ഫേസസ് ഓഫ് ബിസിനസ് സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ, അല്ലെങ്കിൽ ടൈപ്സ്, അതുപോലെ തന്നെ എഫക്റ്റ് ഓഫ് ബിസിനസ് സൈക്കിൾ, പിന്നെ ബിസിനസ് ഫോർകാസ്റ്റിംഗ്, എക്കണോമിക് ഫോർകാസ്റ്റിംഗ്, മെത്തേഡ് ഓഫ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് ആണ് ഇതിലേറ്റവും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ സെലക്ടിങ് എ ഫോർകാസ്റ്റിംഗ്, ഇവാലുവേറ്റിംഗ് ഫോർകാസ്റ്റിംഗ്, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് ഇങ്ങനെയാണ് വരിക. ഓരോ മൊഡ്യൂളിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ലാസ്റ്റ് മൊഡ്യൂൾ 15 മാർക്കാണ്, ഫോർത്ത് മൊഡ്യൂൾ 15 മാർക്കാണ്, തേർഡ് മൊഡ്യൂൾ 20, സെക്കൻഡ് മൊഡ്യൂൾ 20, ഫസ്റ്റ് മൊഡ്യൂൾ 10. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യനുകൾ വരുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും കരുതുന്നു. ഓക്കെ, താങ്ക് യു.